ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടേബിൾ ടോപ്പ്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ വിത്ത് അതിൻ്റെ ടാപ്പും കാര്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ഇത് നമ്മൾ ജാഗോറിൻ്റെ ടാപ്പാണ് വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ MRP 2675 അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബോഡി പില്ലർ കോക്ക്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ടാപ്പാണ് അത്. ഇത് നമ്മൾ സെറയുടെ ഈ മോഡലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വൈറ്റ് മോഡലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ 5790 അതിൻ്റെ വാഷ് ബേസിൻ്റെ റേറ്റ് വരുന്നത്. ഈ രണ്ടുമാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. കണക്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ കളർ സ്നോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ തന്നെ ഈ മോഡൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെറ എന്ന് പറയുന്ന കമ്പനിയുടെ ഈ മോഡലാണ് നമ്മൾ കൊടുക്കുന്നത്. ജാഗോറിൻ്റെ ടാപ്പാണ് കൊടുത്തത്. ഈ സെറ്റപ്പ് ആ രണ്ട് ജാഗോറിൻ്റെ ടാപ്പും സെറയുടെ വാഷ് ബേസിനുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പ് തന്നെ ഒരു ചെറിയൊരു ഓവൽ വരുന്ന രീതിയിൽ തന്നെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ലുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ സാധാരണ രീതിയിലുള്ള കോമൺ വാഷ് ബേസിൻ, ഡൈനിങ്ങിനോട് തൊട്ട് അടുത്ത് വരുന്ന ഷോയിൽ വേണ്ടി വെക്കുന്ന ഷോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന കോമൺ വാഷ് ബേസിനാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെറയുടെ വേസ്റ്റ് കപ്ലിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെറയുടെ തന്നെ വേസ്റ്റ് കപ്ലിംഗ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് തന്നെ ഒരു ഡിസൈനിങ് രീതിയിൽ തന്നെയുള്ള വേസ്റ്റ് കപ്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ജാഗോറിൻ്റെ ടാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജാഗറിൻ്റെ ടാപ്പാണ് വന്നിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ഒരു ഗ്രാനൈറ്റ് വെച്ചതിന് ശേഷം ഗ്രാനൈറ്റിൻ്റെ മുകളിലാണ് നമ്മൾ വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ആ വാഷ് ബേസിൻ ഫുള്ളായിട്ട് കാണുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടാപ്പിന് അത്രയും ഹൈറ്റ് ഉണ്ടായിരിക്കണം. അത്രയും ഹൈറ്റുള്ള ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നേരെ ഗ്രാനൈറ്റിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ കബോർഡ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഈ കബോർഡ് സിസ്റ്റത്തിൻ്റെ അടിയിൽ ഗ്രാനൈറ്റിൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ബേസിൻ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ നമ്മൾ വൈറ്റ് എംസിലോ അല്ലെങ്കിൽ സിലിക്കോണിലോ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഉറപ്പിക്കണം. കാരണം പുറത്തേക്ക് വെള്ളം തെറിക്കുന്ന സമയത്ത്, അത് പുറത്തേക്ക് വെള്ളം നമ്മൾ കഴുകുന്ന സമയത്ത് തെറിക്കുന്ന വെള്ളം അതിൻ്റെ ഗ്രൂവിലൂടെ താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഈ രീതിയിൽ നിങ്ങൾ കണ്ടാവും, മൾട്ടിവുഡാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ വാഷ് ബേസിൻ. അപ്പോൾ ഗ്രാനൈറ്റിലാണ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വേസ്റ്റ് പൈപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രാനൈറ്റിൻ്റെ ഗ്രൂ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പണ്ടത്തെ രീതിയിലുള്ളൊരു റൗണ്ട് ചെയ്യുന്ന സിസ്റ്റം അല്ല. അതിൻ്റെ ഗ്രൂ മാത്രം ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ടെക്സ്ചർ വർക്ക് നമ്മൾ ടൈലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ വാഷ് ബേസിൻ്റെ ഏരിയയിൽ കഴുകുന്ന സൈഡിൽ നമ്മൾ ഗ്ലാസിൻ്റെ രീതിയിൽ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ലുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.